ഇത് വീട്ടുപറമ്പിലേ ഒരു നാടനായിട്ട് മാവാ. ചെറിയ ചെറിയ മാങ്ങയല്ല, സാധാരണ നമ്മളൊരു 10 സൈസ് വരുന്ന മാങ്ങയാണ്. അത് 5 വർഷമായിട്ടുള്ളൊരു മരമാണേ, മാവാണ്. കണ്ട 5 വർഷമായിട്ട് നട്ടു വിട്ടിട്ട് പിടിപ്പിച്ചാണ്. 5 വർഷം കഴിഞ്ഞ് നട്ടിട്ട് കണ്ടതിൻ്റെ പൂക്കളൊക്കെ കണ്ടോ. പക്ഷെ ഇതിൻ്റെ പൂവുകൾ ഭയങ്കര തിക്കായിട്ട് വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഒരു എന്താ പറയുക, ഒരു കൊലകളായിട്ടൊക്കെ കാണാം. നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. കണ്ടോ, നല്ല കായകളും മോശമില്ലാത്ത രീതിയിൽ പിടിക്കുന്നുണ്ട്. ഇതിൽ ഈ മാങ്ങയുടെ പ്രത്യേകത, ഇത് ഒരു ജൂൺ ജൂലൈയിലുള്ളത് പഴുക്കുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി മാങ്ങയാണ്, നല്ല നാരുകളുള്ള മാങ്ങയാണ്. നല്ല എന്താ ചെയ്യുക, ഒരു അടിപൊളി ഒരു ഐറ്റം മാവ കണ്ട് നട്ടുപിടിപ്പിച്ചുണ്ട്. സാധാ ബഡ് ചെയ്ത തൈകളല്ല നട്ടിട്ടുള്ളത്. അത് ബഡിൻ്റെ തൈകളല്ല നട്ടിട്ടുള്ളത്. നട്ടതിൻ്റെ മാവിൻ്റെ രണ്ടത്തെ സൈസ് വരുന്നുണ്ട്. ഇത് ബഡല്ല, സാധാരണ അതിൻ്റെ സീഡ് മുളപ്പിച്ചുണ്ടാക്കിയ മാവിൻ തൈയാണ്. പക്ഷേ ഈ മാവിൻ്റെ ഐറ്റം എങ്ങനെയാണ് കണ്ടത്, നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ വ്യാപാരി കാണുന്നൊരു മാവാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് മാങ്ങ, നല്ല നാരുകളുടെ മാങ്ങ, നല്ല മധുരമാണ്. മാത്രമല്ല ഇത് കൂടുതലായിട്ട് ഈ പുഴുക്കുത്ത് വരാത്ത മാവാണിത്. പുഴുവിൻ്റെ കുത്തില്ലാത്ത മാവാണ്. ഷുവറായിട്ട് എല്ലാം. പിന്നെ മാത്രമല്ല ഇത് നിറയെ കായ്ക്കും. ഒരു 4-5 വർഷമായപ്പോൾ എൻ്റെ ബന്ധുവീട്ടിൽ വന്നിട്ട് നിറയെ കായ്കൾ നിറയെ കായ്ക്കുന്നൊരു നല്ലൊരു നമ്മുടെ കാലാവസ്ഥക്ക്, അത് കേരളത്തിൻ്റെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ളൊരു മാവാണിത്. നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥക്കുള്ളത്. പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നുമില്ല, നമ്മൾ വളമൊന്നും ഇടാറില്ല. പക്ഷേ എന്ത് ചെയ്യും, ചുറ്റുഭാഗം നല്ല വെട്ടി കൊടുത്തിട്ടുണ്ട്, നല്ല വൃത്തിയായി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, നല്ല ഭംഗിയായി ചെയ്ത് ഉണ്ട്. പിന്നെ പൂങ്കൊല ഒന്നുകൂടി ഈ ഭാഗത്ത് ഫോട്ടോസും ചെയ്ത് കാണിച്ചിട്ടുണ്ടോ. നല്ല പൂക്കൊല, ഭംഗിയുള്ള പൂങ്കൊലയാണ്, നിറയെ വാങ്ങി പിടിക്കുന്നുണ്ട്. ഷാറ് മാവാണുള്ളത്. പൂവാണല്ലേ, പൂവ് കൊലയായിട്ട്. സാധാ ഈ ബഡിങ് ഇങ്ങനെ പൂക്കാറില്ല. പക്ഷെ നാടൻ മാവും ഇങ്ങനെ പൂക്കാറില്ല. ഇതെന്ത് സംഭവിച്ചു മനസ്സിലായില്ല, നല്ല കൊലയാണ്. അതായത് മാവ് പൂത്തുക്കൊന്നുമില്ല, കൊലകളായിട്ടുള്ള. കാരണം നിറയെ അതിൻ്റെ ലെയറുകളുണ്ട്. കണ്ടോ, പ്രത്യേക ലെയറുകൾ കണ്ടോ, നല്ല കണ്ടോ. ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല പുക കൊടുക്കണം. അതായത് കായ്ച്ചൽ വന്നിരിക്കുന്നമേ ഈ മാവ് പൂത്ത് കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ ചെറിയ തളിരിലുള്ള ചില കായകളുണ്ട്. ആ കായകൾ എന്ത് ചെയ്യും, അത് ഊറ്റി കുടിക്കാൻ വേണ്ടി കായ്ച്ചകൾ വരും. അപ്പോൾ ഈ കായ്ച്ചനെ പോക്കാൻ ഒരൊറ്റ മരുന്നുള്ളൂ, പുക കൊടുക്കാം. പുക നല്ല താഴെ എന്ത് ചെയ്യുക, വേസ്റ്റ് കത്തിച്ചിട്ട്, ചൂട് കൊടുക്കരുത്, കത്തിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല കട്ട പുക കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കായ്ച്ച പ്രദേശത്ത് തന്നെ ഓടി രക്ഷപ്പെടും. അത് ഇപ്പം ചെയ്യണം. അത് ഈ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് കായാകുന്ന ആ 2-3 ആഴ്ചകളുണ്ടല്ലോ. അതായത് ഇപ്പോൾ സാധാരണ ഒരു ജനുവരി ഫെബ്രുവരിയിലാണ് ചെയ്യേണ്ടത്. 2-3 ആഴ്ചകൾ എന്ത് ചെയ്യുക, ആ ആഴ്ചയിൽ 1-2 പ്രാവശ്യം വൈകുന്നേരങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം വൈകുന്നേരങ്ങളിൽ കാറ്റ് നമ്മളെ കൺട്രോൾ കിട്ടുള്ളൂ. മറ്റേ പുകച്ച് കഴിഞ്ഞാൽ പല ഭാഗത്തും വരും. വൈകുന്നേരം ഒരു 6 മണി സമയത്തൊക്കെ ആണെങ്കിൽ പുക കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, കാറ്റ് സ്റ്റേബിളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പുക കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കട്ടോ. അല്ല ഇനി എന്ത് ചെയ്യുക, ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ കായ കുടിച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാറുണ്ട്. ഓക്കെ.